ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് നമ്മുടെ കോഴികളെയൊക്കെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതായൊരു വീഡിയോ ആണ്. പലർക്കും ഒരു ഡൗട്ടുണ്ട്, മഴക്കാലത്തൊക്കെ കോഴിയെ വളർത്തിയാൽ ബുദ്ധിമുട്ടാവുമോ, സ്മെല്ല് കൂടുമോ, അങ്ങനെ പല ചിന്തകളുണ്ട്. കോഴി തെണ്ണം വരുമോ, അങ്ങനെയുള്ളതായ പല ഡൗട്ടുകൾക്കും ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കോഴിയുടെയൊക്കെ പല വീഡിയോസും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മഴക്കാലത്തിൽ എങ്ങനെ നമ്മുടെ കോഴിയെ സംരക്ഷിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പം എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും കോഴിയെ വളർത്തണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തുടങ്ങുമ്പോഴേ ആഗ്രഹമുണ്ട്, ആ ആഗ്രഹത്തിനനുസരിച്ച് ഒരു കുറേ കോഴികളെ അങ്ങ് വാങ്ങിച്ച് നിർത്തുക. ഞാൻ തുടക്കം മുതലേ പറയുന്നതാണ്, അങ്ങനെ നിങ്ങൾ കോഴികളെ മേടിച്ച് നിർത്താതെ ഇരിക്കുക. ആദ്യമായിട്ട് തുടങ്ങുന്നവർക്ക് അതിൻ്റെ യാതൊരു കാര്യവും അറിയത്തില്ല. അപ്പോൾ എവിടെയെങ്കിലും കോഴിയുടെ കോഴി ഫാമോ അല്ലെങ്കിൽ കോഴി വളർത്തലിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്ക് എങ്കിൽ പിന്നെ ഇത്രയും മുട്ടയൊക്കെ കിട്ടുന്നതല്ലേ, എങ്കിൽ എനിക്കും തുടങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങും. പക്ഷേങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. ആദ്യം 5-10 കോഴികളെ വാങ്ങിച്ച് അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം വേണം കോഴികളെ വളർത്താനായിട്ട്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ മഴക്കാലത്തെന്ന് പറഞ്ഞാൽ കോഴികളെ നല്ലതുപോലെ സംരക്ഷിക്കണം നമ്മൾ. മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ കൂട് നല്ല വൃത്തിയായിരിക്കണം, ആഹാരം നല്ല വൃത്തിയായിരിക്കണം, അവരുടെ കൂട്ടിനകത്തോട്ട് വെള്ളം വീഴാതെ നോക്കണം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ കോഴികൾക്ക് ഈ പൊന്നാങ്കണ്ണി എന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മറ്റുള്ള പുല്ല് നമ്മുടെ ഇല്ലെങ്കിൽ പോലും ഈ പൊന്നാങ്കണ്ണി കുറച്ചങ്ങോട്ട് പറിച്ച് അവരുടെ മുമ്പിലോട്ടൊന്ന് കാണിച്ച് അവർ കൊത്തിപ്പറിച്ച് തിന്നുന്നതൊന്ന് കാണാം. അപ്പം മനുഷ്യൻ കഴിക്കുന്നത് പോലെ തന്നെ കോഴികൾക്ക് നല്ല പ്രയോജനമായിട്ടാണ് ഇത്. അപ്പം നമുക്കിനി കോഴിക്ക് കൊടുത്താലോ ഇതൊന്നും. ഈ തുറക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, എല്ലാവരും ഓടിഞ്ഞ് വരും. അവർക്കറിയാം ഇതുവഴി പുല്ലാണ് കൊടുക്കുന്നതെന്നുള്ളത്. ഇതങ്ങോട്ട് നമ്മൾ കുറച്ച് പറിച്ച് കെട്ടിത്തൂക്കി അങ്ങ് ഇട്ട് കൊടുത്തിരുന്നാൽ അവർ അവിടെ നിന്നങ്ങ് കൊത്തി പറക്കി അങ്ങ് തിന്നോളും. ഉണ്ടോ? എപ്പോഴും നമ്മൾ കോഴികൾക്ക് പച്ചിലകൾ കൊടുക്കണം. അപ്പം പൊന്നാങ്കണ്ണി ഇല്ലാത്തവർ മറ്റുള്ള ഏതെങ്കിലും ഇലകൾ കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ ഇത് നല്ല ഗുണമുള്ള ഇലയാണ്. കുറേ പേര് നമ്മുടെ ഇന്ന് പൊന്നാങ്കണ്ണി വാങ്ങിച്ചിട്ടുണ്ട്, വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നും ഇതിൻ്റെ ഓർഡർ കാണും. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലൊന്ന് നോക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വളർത്തുന്നത് BB380 കോഴികളാണ്. എൻ്റെ അനുഭവത്തിൽ പറയുകയെന്നുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട കോഴികളാണിത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇതിനെ നമ്മൾ വാങ്ങിച്ചത്. 1.5 മാസം പ്രായമുള്ള കോഴികളെയായിരുന്നു 200 രൂപ കൊടുത്ത് മേടിച്ചത്. പലർക്കും ഡൗട്ടാണ് ഇത് എവിടെ നിന്ന് മേടിച്ചു, എത്ര വില കൊടുത്തു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ വാങ്ങിച്ചത് എൻ്റെ നാട് കുണ്ടറയാണ്. അപ്പം മുക്കട റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. 12 കോഴിയാണ് ഞാൻ മേടിച്ചത്. 12 കോഴി കഴിഞ്ഞ 2025 ഓഗസ്റ്റ് വാങ്ങിച്ചു. 2026 ഓഗസ്റ്റ് ആവാൻ പോകുന്ന ഒരു മാസം കൂടെ ഉള്ളൂ. ഇന്ന് വരെ ഈ 12 കോഴിയും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവർ 12 പേരും ഡെയിലി മുട്ടയിട്ടിരുന്നു എന്നുള്ളതാണ് സത്യം. ഇത് കഴിഞ്ഞ ദിവസം പേപ്പറിനകത്തുണ്ടായിരുന്നു, BB380 കോഴികൾ കർഷകരുടെ BMW ആണ്. സത്യമാണ്, പരമസത്യമാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് പറയുകയെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഈ മുട്ട ഇരുന്നുകൊണ്ട് നമ്മൾ തീറ്റ കൊടുക്കുന്നത് വെറുതെ ആയി പോകുന്നില്ല, പാഴായി പോകുന്നില്ല എന്നുള്ള ഒരു സന്തോഷമാണ് നിങ്ങളെ എനിക്ക് അറിയിക്കാനുള്ളത്. പിന്നെ പല ടൈപ്പ് കോഴികളെ ഞാൻ വളർത്തിയിട്ടുണ്ട്. കരിങ്കോഴിയെ വളർത്തി നോക്കി, അതേപോലെ തന്നെ കാക്കനാടൻ കോഴി, കറുത്ത കോഴികൾ, അതുപോലെ തന്നെ ഗ്രാമശ്രീ കോഴികൾ, നാടൻ കോഴികൾ. അതിന് ഓരോരുത്തർക്കും ഓരോ കോഴികളായിരിക്കും ഇഷ്ടം. അപ്പം എനിക്ക് ഇതിനെ അങ്ങ് പിടിച്ചു എന്ന് കരുതിയിട്ട് ചിലർക്ക് ചിലപ്പം BB380 കോഴി വാഴണമെന്നില്ല. നമ്മുടെ അടുത്ത് തന്നെ ഒരാൾ മേടിച്ചിട്ട് അവരുടെ എല്ലാം വാങ്ങിച്ച് 1 മാസം കഴിഞ്ഞപ്പോഴേ ചത്തുപോയി എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേങ്കിൽ ഓരോരുത്തർക്കും ഓരോ കോഴികളെ ആയിരിക്കും ഇഷ്ടം. അപ്പം നിങ്ങൾ വാങ്ങിച്ച് അതിൻ്റെ എക്സ്പീരിയൻസ് അറിഞ്ഞ് 5-10 എണ്ണം വാങ്ങിച്ച് വളർത്തി നോക്കിയതിന് ശേഷം മാത്രമേ കുറേ കോഴികളെ വാങ്ങിച്ച് നിർത്താവൂ. ഇവരുടെ പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും വേനൽക്കാലമായാലും മഴക്കാലമായാലും ഇവരുടെ പാത്രങ്ങളൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം. വെള്ളം കുടിക്കുന്ന പാത്രം, അതേപോലെ തന്നെ ഭക്ഷണം കൊടുക്കുന്ന പാത്രമൊക്കെ ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം വേണം കൊടുക്കാനായിട്ട്. ഡെയിലി വൃത്തിയാക്കാൻ പറ്റുന്നവർക്കുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഓരോ അസുഖങ്ങളൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ട്. അതിനകത്ത് പൂപ്പൽ ബാധയൊക്കെ ബാധിച്ചാൽ, ഭക്ഷണത്തിൽ പൂപ്പൽ ബാധ ബാധിച്ച് ഭക്ഷണത്തിൻ്റെ മേളി പിന്നെയും നമ്മൾ കൊണ്ടുവന്ന് ഭക്ഷണം ഇടുമ്പോഴത്തേക്ക് പൂപ്പൽ ബാധയൊക്കെ ഉണ്ടായിട്ട് അവർക്ക് ഓരോ അസുഖങ്ങളൊക്കെ ഈ മഴയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വെള്ളം പിന്നെ
രാവിലെയും വൈകുന്നേരം. ഇവർക്ക് ഭയങ്കര വെള്ളം കുടിയാണ് കേട്ടോ. BV3 കോഴിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വെള്ളം കുടിയാണ്. അത് രാവിലെയും വൈകിട്ടും അവർക്ക് വെള്ളം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനകത്തൊരു സ്വല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. പിന്നെ അടുത്തെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവർക്ക് തീറ്റയുടെ കാര്യമാണ്. അവരുടെ തീറ്റയെന്ന് പറഞ്ഞാൽ ചിലർ ചോദിക്കും എന്താണ് ചോറ് മാത്രം കൊടുക്കാമോ അല്ലെങ്കിൽ അരി കൊടുക്കാമോ? എല്ലാം കൊടുക്കാം അവർക്ക്. പക്ഷേങ്കിൽ ഈ ചോറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വേവിച്ച് അളിച്ചോ പുളിച്ചാന്നും പറഞ്ഞ് കോഴിക്ക് കൊടുക്കാതെ ഇരിക്കുക, 3 നേരവും കൊടുക്കാതെ ഇരിക്കുക. അവർക്ക് എന്താന്ന് പറഞ്ഞാലും നമ്മൾ ഏത് ആഹാരം കൊടുത്തെന്ന് പറഞ്ഞാലും അവരുടെ കോഴി തീറ്റ നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. ലെയർ മാഷ് എന്ന് പറയുന്നതായ ആ ചോളമൊക്കെ പൊടിച്ചു വരുന്ന ഒരു തീറ്റ ഉണ്ടല്ലോ, അതവർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുട്ടയും അതുപോലെ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ മുട്ടയുടെ അളവൊക്കെ കുറവായിരിക്കും. അപ്പം ഭക്ഷണത്തോടൊപ്പം തന്നെ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത്, നമ്മുടെ അസോള ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, പൊന്നാങ്കണ്ണിയുടെ ഇല ഉണ്ടെങ്കിൽ അത് അരിഞ്ഞിട്ട് അതിനകത്ത് കൊടുക്കാം, അതുപോലെ പകുതി വേവിച്ച ചോറ്, കുറച്ച് അരി, അങ്ങനെ ഗോതമ്പ് തൊലി എല്ലാം കൂടെ ഇട്ട് ഗ്രോവർ ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ കോഴികൾക്ക് എല്ലാ ഗുണവും അവർക്ക് കിട്ടും. ഇപ്പം കോഴികളുടെ കൂടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുകൾ എപ്പോഴും കോഴിക്ക് താമസിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റിയ രൂപത്തിലുള്ളത് ആയിരിക്കണം. കാരണം ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് മഴവെള്ളമൊക്കെ അടിച്ചു കയറ്റിയിട്ട് അവർക്ക് നിൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ ആയിരിക്കരുത്. അപ്പോൾ അവരുടെ കൂടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചിലപ്പോൾ അറക്കപ്പൊടി ഇട്ട് കൊടുക്കും, പിന്നെ അവരുടെ കോഴിക്കാഷ്ടം കിടക്കും. അപ്പോൾ ഈ മഴവെള്ളം എല്ലാം കൂടെ വീഴുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ കിടന്ന് അവിഞ്ഞിട്ട് വല്ലാത്തൊരു സ്മെല്ല് ഒക്കെ ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെന്തെങ്കിലും വെച്ചിട്ട് ഒരു പച്ച നെറ്റോ വല്ലതും വാങ്ങിച്ച് നമ്മുടെ കൂടിൻ്റെ സൈഡിലൊക്കെ അടിക്കുകയെന്നുണ്ടെങ്കിൽ വെള്ളം അടിച്ചു കയറ്റിയിട്ട് ആ സ്മെല്ലൊക്കെ ഒഴിവാക്കാനും അതേപോലെ കോഴികൾക്ക് സുരക്ഷിതമായിട്ട് നിൽക്കാനായിട്ടും സാധിക്കും. പിന്നെ ഇടയ്ക്കൊക്കെ അവരെ കൂട്ടിൽ ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുമ്മായം ഇട്ട് കൊടുക്കാം, അതുപോലെ ചാരം വിതറി കൊടുക്കാം. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു സ്മെല്ലും അതുപോലെ അണുക്കളെയും ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ മഴക്കാലമായാലും വേനൽക്കാലമായാലും രണ്ടും കൂടെ ചേർത്ത് ഞാനങ്ങ് പറയുകയാണ്, കോഴികളെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഏതെങ്കിലും കോഴികൾ പമ്മി പതുങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടോ നോക്കണം. ചിലപ്പോൾ അവർക്ക് കാല് കൊണ്ട് നടക്കാൻ വയ്യാത്തതുകൊണ്ടായിരിക്കും, ചിലപ്പം അവർക്ക് എന്തെങ്കിലും പനി കൊണ്ടായിരിക്കും. അപ്പം മഴക്കാലത്തൊക്കെ ഇങ്ങനെ പല അസുഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം കാലിൻ്റെ പാദത്തിലൊക്കെ ഇങ്ങനെ വീങ്ങിയൊക്കെ വരുമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്വല്പം വിക്സ് എടുത്ത് തേക്കുകയെന്നുണ്ട്, നല്ലോണം അമർത്തി പ്രസ് ചെയ്തങ്ങോട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവരുടെ വേദനയൊക്കെ മാറിക്കിട്ടുകയും കാലിൻ്റെ പാദത്തിൻ്റെ വീക്കമൊക്കെ മാറും. പിന്നെ അവരുടെ ആഹാരത്തിനകത്ത് മാസത്തിൽ 2 തവണയെങ്കിലും പിന്നെ 15 ദിവസം കൂടുമ്പോൾ 2 കാൽസ്യം ടാബ്ലറ്റ് പൊടിച്ചിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവരുടെ ഒരുമാതിരിപ്പെട്ടുള്ള അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പം അതുപോലെ തന്നെ തോൽമുട്ടയൊക്കെ ഉള്ള വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. കുറേ നല്ല നല്ല വീഡിയോസ് കോഴിയെക്കുറിച്ചുള്ളത് ഇട്ടിട്ടുണ്ട്, കുറേ പേർക്ക് അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് കോഴിയെ വളർത്താമെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടെ പറയാനുള്ളത്, ക്ഷമയും ആത്മാർത്ഥതയും കോഴിയോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ കോഴിയെ വളർത്താൻ നിൽക്കാവൂ. ചിലർ മുട്ട മാത്രം പ്രതീക്ഷിച്ച് കോഴിയെ വളർത്തിയാൽ കോഴിയിൽ നിന്നും മുട്ട മാത്രമല്ല നമുക്ക് കിട്ടുന്നത്, നമുക്ക് 8ൻ്റെ പണിയും കൂടെ കിട്ടും. ഇടയ്ക്ക് നമുക്ക് കോഴിക്കാഷ്ടമൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും. ഇടയ്ക്ക് നല്ല ഒരാഴ്ച ഒന്നെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും. ചിലർക്ക് അതൊക്കെ ഒരു അറപ്പാണ്. അപ്പം മുട്ട മാത്രം എടുക്കാൻ ഭയങ്കര സന്തോഷവും അതിൻ്റെ അപ്പി തൂത്ത് കളയാനായിട്ട് ഒരു അറപ്പ് വന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ വളർത്താതെ ഇരിക്കുക. ഈ മുട്ട ഞാൻ എടുക്കാം, അപ്പിയൊക്കെ മറ്റുള്ളവർ തൂക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇതെല്ലാം ചെയ്യാമെന്നുണ്ടെങ്കിൽ മാത്രമേ കോഴി വളർത്തലിലോട്ട് വരാവൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോഴി വളർത്തലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കോഴി വളർത്തുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.